നമ്മുടെ പ്രധാനമന്ത്രിയുടെ വികലമായ സാമ്പത്തിക നയം മൂലം ഇന്ത്യയിലെ ജനങ്ങൾ തെണ്ടി കുത്തുവാള എടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്നതെന്ന് ഒരു വസ്തുതയാണ്. ഒരുപാട് വാരിക്കോരി കൊടുത്തു എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ ഒരു ചോദ്യം മാത്രം ചോദിക്കട്ടെ. ഈ നോട്ട് പിൻവലിക്കൽ 500ന്റെ 1000ന്റെ നോട്ട് പിൻവലിക്കൽ കൊണ്ട് ഇന്ത്യയിലെ ജനങ്ങൾക്കുണ്ടായ ഒരു ഗുണം സാർ എന്ന് പറഞ്ഞേക്കോളൂ, ഒരേ ഒരു ഗുണം. അല്ല, നോട്ട് പിൻവലിക്കൽ കൊണ്ട് ദോഷമുണ്ടായത് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ധാരാളം ദോഷമുണ്ടായി. അല്ല പറയട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരടക്കം ഇപ്പൊ കരുവന്നൂരിലടക്കം കാര്യങ്ങൾ പുറത്തു വന്നത് നോട്ട് പിൻവലിക്കലിന്റെ പരിണിത ഫലമായിട്ടാണ്. നോട്ട് നിരോധനം പ്രഖ്യാപിച്ചതിന് പിന്നാലെ തകർന്നുപോയ സാറിന് സ്ഥാപനം കേരളത്തിലുണ്ടോ? പറയൂ. നോട്ട് നിരോധനം പ്രഖ്യാപിച്ചതിന്റെ പിന്നാലെ ഉണ്ടായ അതിന്റെ സാമ്പത്തിക ഗുണവശമാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ കാര്യമടക്കം ഇന്ന് ഭാരതം അനുഭവിക്കുന്ന സാമ്പത്തിക സുസ്ഥിരതയുടെ അടിസ്ഥാനമാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് നടപ്പാക്കിയ നോട്ട് നിരോധനം. അതിനെ തുടർന്ന് ഇവിടുത്തെ അഴിമതിക്കാരെ, കള്ളപ്പണക്കാരെ പുറത്തു കൊണ്ടുവരാൻ ഇടയാക്കുന്ന നടപടികൾ അവിടെ തുടങ്ങി. അല്ല, ഗൂഗിൾ പേ അടക്കം ഈ നാട്ടില് ഡിജിറ്റൽ വിപ്ലവം ഉണ്ടായി. ഡിജിറ്റൽ വിപ്ലവം നോട്ട് നിരോധനത്തിന് ശേഷമല്ലേ?